നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യത്തെ കാര്യം ഞാൻ ഗൈഡൻസ് മെസ്സേജിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും പറയാം. ഞാൻ ടാരോ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എനിക്ക് ടാരോ പഠിപ്പിക്കാൻ അതിൽ ഒരു മിനിമം 3 months ആയിരിക്കും കോഴ്സ്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്, നിങ്ങളുടെയൊക്കെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഓക്കെ, അതെനിവേ ആദ്യത്തെ പക്ഷേ ബേസിക് ആയിട്ട് ആദ്യം ടാരോ കാർഡ് എന്താണ്, ഓക്കെ, ഓരോ കാർഡിൻ്റെയും മീനിങ്, ഇത് എങ്ങനെ വായിക്കണം, ഇതിനെങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന രീതിക്കൊക്കെ ഉള്ളത് പറഞ്ഞുതരും. ഓക്കെ, അത് ബേസിക് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു അപ് ടു 3 cards വെച്ച് നമ്മൾ വായിക്കുക, അതായത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന രീതിക്ക് എടുക്കും നമ്മൾ. അപ്പോൾ ആ ഒരു റീഡിങ് പോലെ എടുക്കുന്ന ഒരു സിമ്പിളായിട്ട് ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കാർഡ് എടുത്ത് നിങ്ങൾക്ക് ഡെയിലി നോക്കി നിങ്ങൾക്ക് അവനവന് വേണ്ടി അവനവന് വേണ്ടി ഒരു എന്തെങ്കിലും ഒരു ഇത് അഡ്വൈസ് ആയിട്ട് നോക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ബേസിക് പഠിപ്പിക്കും. എനിക്ക് അത് കഴിഞ്ഞ് ഇത് ടോട്ടൽ ഒരു 3 months ആയിരിക്കും. പക്ഷെ അതിന് ഞാൻ 2 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ ബേസിക്കിൽ ഞാൻ പറഞ്ഞ പോലെ അപ് ടു 3 cards, അതായത് ഈ കാർഡ്സിനെ കുറിച്ച് ഇത് 78 കാർഡാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്ന് ഓരോ കാർഡായിട്ട് എടുക്കാനും അതിൻ്റെ കണക്ഷൻസും എല്ലാം ഒരുവിധം മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഓട്ടിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. സോ അതിൻ്റെതായ സമയം എടുക്കും എനിക്ക്. സോ വീക്ക്ലി വാട്സാപ്പ് ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. വാട്സാപ്പിൽ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ ഡിസ്കഷൻ അവിടെ വയ്ക്കും. മീൻസ് ലൈക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറ്റുന്നത്ര മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. എനിക്കും റെഡിയാക്കാൻ സമയം വേണം. എനിവേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടതെല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ട് എനിക്ക്. February 4th ആണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ഡേറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ 2 ലെവലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആദ്യത്തെ ലെവൽ കഴിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്തിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈക്ക് ബേസിക് എടുത്ത് നിങ്ങൾക്ക് നിർത്താം. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലി പറയാം. ഓക്കെ, അനൗൺസ് ചെയ്യാം. ഞാനങ്ങനെ എനിവേ ഒരു സ്കെഡ്യൂളായിട്ട് കൊണ്ടുപോകാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ റീഡിങ് എടുക്കാതെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തന്നെ സ്വയം, അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തെങ്കിലും പോവാതെ നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും വായിക്കാനും ഇത് അറ്റ്ലീസ്റ്റ് കാർഡ് എടുത്ത് നോക്കാനോ എന്തെങ്കിലും നിങ്ങൾക്കൊരു സഹായമായിട്ടെങ്കിലും ഓക്കെ ഇതൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കാം. നല്ലതാണ്. എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും നിങ്ങൾ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി താല്പര്യം ഉണ്ടെങ്കിൽ ഡെപ്തിൽ നിങ്ങൾക്ക് പോകണം എന്നൊക്കെ തോന്നിയാൽ പിന്നീട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലേ? സോ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് തൽക്കാലം കുറച്ച് ഡിലേ ആണ്. ഓക്കെ, കാരണം ഞാൻ ഒന്നാമത് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ എനിക്കിതൊന്ന് ശരിയാക്കണം എന്നുണ്ട്. പിന്നെ പേഴ്സണൽ റീഡിങ് വേറെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എനിവേ ചെയ്യാനുണ്ട് എനിക്ക്. സോ പേഴ്സണൽ റീഡിങ്സ് സമയം ശരിയാവുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ക്ഷമിക്കുക. ഓക്കെ, സമയം എനിക്ക് കൂടുതൽ നിങ്ങളുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള സമയങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും, ഞാൻ ഉണരുമ്പോൾ നിങ്ങൾ ഉറങ്ങും. എന്താ ചെയ്യാം, സമയത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ബട്ട് നമുക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇന്നത്തെ റീഡിങ് ഞാൻ എടുക്കാൻ പോകുന്നത്, ക്വസ്റ്റനെ മറന്നു, എന്താണ് കറണ്ട് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ അല്ലല്ല ഇന്ന് അതല്ല ഉദ്ദേശിച്ചത്. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നോക്കാനാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരാണ്, എന്താണ്, അങ്ങനെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ് എന്നുള്ളതും. ഓക്കെ, സിമ്പിളായിട്ട് മെയിൻലി നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു കാർഡ്സ്. ഓക്കെ, ബേസിക്കലി നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു റീഡിംഗ് ആയിട്ട് എടുക്കാം. ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സിനെ കുറിച്ച് നമുക്ക് കണക്ഷൻ കൊണ്ടുവരാം. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, 3 of Cups, Ace of Cups, okay, oh my god, Ace of Swords, Hermit, 7 of Wands. Okay, ഇവിടെ മെയിനായിട്ട് എനിക്ക് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് തോന്നുന്നത്, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം. നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുള്ള ആൾക്കാരായിരിക്കും, ചെറുപ്പം തൊട്ട് പരിചയമുള്ളവരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഫ്രണ്ടായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ ലൈക്ക് റീസെൻ്റ്ലി പരിചയപ്പെട്ടാണെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് ഫ്രണ്ട്സായിട്ട് പരിചയപ്പെട്ടു, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പായി എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ആ ഒരു ഫീലിങ്സ് ഡെവലപ്പായിട്ട് നിങ്ങൾ തമ്മിൽ കുറെ കൂടി അറ്റാച്ച്മെൻറ്റ് വന്നു എന്ന രീതിയിലാണ് കാണുന്നത്. ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്. ഏസ് ഓഫ് സോഡ്സും പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു വളരെയധികം സ്ട്രോങ് കണക്ഷനും ഓക്കെ അങ്ങനെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഏസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടുപേരും തമ്മിൽ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ഹെർമിറ്റ് കാർഡും 7 of Wands കാണുന്നുണ്ട്. സോ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്, വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, ബട്ട് മേ ബി ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ലേശം പുറകോട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഹെർമിറ്റ് ആണ്, 7 of Wands ആണ്. 7 of Wands നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ് പറയാം. ഓക്കെ, പേഴ്സൺ ഡിഫെൻസീവ് ആയിരിക്കാം. ഇപ്പോഴത്തെ എനർജിയിൽ പറയുകയാണെങ്കിൽ മേ ബി പേഴ്സൺ ഡിഫെൻസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ മാത്രം അതിലവർ ലേശം പുറകോട്ടാണ് ഇപ്പോൾ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർ ലേശം ചിലപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് അതായത് അധികം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത, തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല കാര്യങ്ങൾ. വളരെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം. ലൈക്ക് ഒരല്പം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അവർ വെക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ മനസ്സിലെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഒന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല, മനസ്സിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, അങ്ങനെയായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ചില സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഡിഫെൻസീവായിട്ട് തോന്നാം നിങ്ങൾക്ക്. അവർ എന്ത് പറഞ്ഞാലും ലൈക്ക് അവർ ഒരു അവനവനെ ഒരു പ്രൊട്ടക്റ്റീവ് നിൽക്കുന്ന പോലെ. ഓക്കെ, അതായത് നമ്മളെങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡിഫെൻസീവായിട്ട് സംസാരിക്കുക എന്ന് പറയില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ വല്ലാതെ ഡിഫെൻസീവായിട്ട് പോകും, അവരെ കുറ്റപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ആ രീതിക്കൊക്കെ പറഞ്ഞ് അവരെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ. ഓക്കെ, നോക്കട്ടെ ഞാൻ കുറച്ചുകൂടി കാണിച്ച പേഴ്സൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ. ഓക്കെ, 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 പേഴ്സൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, മേ ബി എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ബട്ട് ഐ തിങ്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേച്ചർ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയാം. നിങ്ങളുടെ അടുത്തുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ പൊതുവേ പേഴ്സൻ്റെ നേച്ചറാണ് പറയുന്നത്. നിങ്ങൾ പറയണ്ട എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയണ്ട. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് ഓക്കെ, അവർ കുറച്ച് കാര്യങ്ങൾ അവർ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ജഗിൾ ചെയ്യുന്നുണ്ട് എന്ന രീതിക്കും പറയാം. ഓക്കെ, അവരുടെ ലൈഫിൽ ഇവിടെയും ഒരു 2ന്റെ എനർജി ഉണ്ടായിരുന്നു. സോ മേ ബി അവരുടെ ലൈഫിൽ പല കാര്യങ്ങളുണ്ടാവാം. ആ സിറ്റുവേഷൻസിനെല്ലാം ഇപ്പോൾ അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യവുമായിരിക്കാം. അല്ലെങ്കിൽ ആൾ വളരെ ജനറസ് ആണ് എന്ന് പറയാം. അതായത് നിങ്ങൾക്കായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്കില്ലെങ്കിലും വിട്ടേക്കുക, നിങ്ങളെക്കുറിച്ച് വിട്ടേക്കുക. ഓക്കെ, വേറെ മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും. ഓക്കെ, എൻ്റെ ഇവിടെ ടവർ കാർഡ് കാണുന്നുണ്ട്. സോ ടവർ ആൻഡ് 9 of Swords ആണ്. സോ പേഴ്സണിന് ഒരു ടെൻഷൻ ഉണ്ട് എപ്പോഴും. എനിക്ക് അവരുടെ ലൈഫിൽ മേ ബി ഓൾറെഡി എന്തെങ്കിലും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ടെൻഷൻ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്തത് വല്ലാതെ അവർക്ക് ലൈക്ക് ട്രോമ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ഓർത്തോർത്ത് അവർക്ക് ഇപ്പോഴും ഒരു പേടിയാണ് അവരുടെ ഉള്ളിൽ, വീണ്ടും നടന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയാലോ എന്നൊക്കെയുള്ള പേടികൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളോട് ഇതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഹെർമിറ്റ് കാർഡ് ഉണ്ട് ഇവിടെ, സൈലന്റ് ആയിരിക്കാം. ബട്ട് അവരുടെ ഉള്ളിൽ ഐ തിങ്ക് ആ ചില ടെൻഷനോ പേടികളോ ഉണ്ട്. എല്ലാ സിറ്റുവേഷനും മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടികളായിരിക്കാം, ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടികളായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഐ തിങ്ക് ഒരു സ്ട്രെസ് അവരുടെ മനസ്സിലുണ്ട്. മേ ബി ഇത് റിലേഷൻഷിപ്പ് എന്തായി പോകുമോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അങ്ങനെ പല കാര്യങ്ങളും അവർ ഓർത്തോർത്ത് ഒരു ടെൻഷനിലിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് പേടിയാണ് എപ്പോഴാണ് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക എന്ന രീതിക്ക് ഐ തിങ്ക് ഒരു ടെൻഷനാണ് അവരുള്ളിൽ. ഞാനിവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്. വളരെ ആക്ച്വലി സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, വളരെ കെയറിങ് ആയിട്ടൊരു വ്യക്തിയാണ്. സ്നേഹമുണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് പറയുകയാണെങ്കിൽ യെസ്, നിങ്ങളോട് അവർ വളരെയധികം ആ ഒരു സ്നേഹം അവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഞാനിവിടെ 3 of Wands ആണ്. അവർക്ക് എപ്പോഴും അവരുടെ മനസ്സിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഓക്കെ, അവർ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കൂടെ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഹാപ്പി ആയിട്ട് വേണം, ഫ്രണ്ട്സ് ആയിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ വേണം, എല്ലാം അവരുടെ മനസ്സിൽ എവിടേക്കോ പ്ലാനൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ പ്ലാനിങ് മാത്രമാണെന്ന് തോന്നുന്നു. ആക്ഷൻസിന്റെ കാര്യത്തിലാണ് ഐ തിങ്ക് കുറച്ച് പുറകോട്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫീലിങ്സ് ഉണ്ട്. നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വല്ലതും ഉണ്ടെങ്കിൽ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് എ പേഴ്സൺ തന്നെ നിങ്ങളോട് തന്നെ ശരിക്കും സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ആയിരിക്കാം. ഇവിടെ 3 of Swords ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി എനർജി ഉണ്ടാവാം. മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. തേർഡ് പാർട്ടി ആരും ആവാട്ടോ, അവിടെ എന്തും ആവാം. ലൈക്ക് ജോലി ആവാം, കരിയർ ആവാം, ഫാമിലി ആവാം, സിസ്റ്റർ ബ്രദർ ആവാം, ലൈക്ക് അമ്മ പാരൻസ് ആവാം, ആരും ആവാം. ഓക്കെ, ഇവിടെ അങ്ങനെ നമ്മൾ ഇന്ന കാര്യം എന്നല്ല പറയുന്നത്, ബട്ട് അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഓക്കെ, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. 2 of Swords ഉണ്ട്. സോ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർക്ക് ലേശം കൺഫ്യൂഷൻ ഉണ്ട്. അവരുടെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്, ഒരുപാട് പ്ലാനിങ്, സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് സ്വപ്നം കണ്ടുകൂട്ടാറുണ്ട് അവർ. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങളുമായിട്ട് ഒന്നിക്കുന്ന ഒരു സ്വപ്നം അവരുടെ മനസ്സിലുണ്ട്. ഇത് ലവേഴ്സ് കാർഡ് ഇവിടെ വളരെ നല്ല ഭംഗിയുള്ള ഒരു കാർഡാണ്, കാണിക്കാതിരിക്കാൻ എനിക്ക്. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ഈ സ്ട്രെസ്സാണ് മെയിൻ പ്രശ്നം. ഓക്കെ, കുറച്ചുകൂടി നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തന്നെ നോക്കാം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്.
ഓക്കെ, ലെറ്റ്സ് സീ കുറച്ചുകൂടി അവരെ കുറിച്ച് കിട്ടുന്ന മെസ്സേജ്. വേൾഡ് കാർഡാണ്, 6 ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള റിലേഷൻ്റെ നോക്കാം. ഓക്കെ, രണ്ടും കൂടെ. കിങ് ഓഫ് സോഡ്സ് എനർജി, 10 ഓഫ് സോഡ്സ്, 2 of wands, 10 of cups. Wow, beautiful. Judgment and opening. Okay, beautiful. ഓക്കെ, നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ അടുത്ത് വഴക്കിട്ട് പോയിട്ടുണ്ടാവാം ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ചിലപ്പോൾ വളരെ റഫായിട്ട് കാണിക്കുന്നുണ്ടാവാം. കിങ് ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. എന്നിട്ട് അവർ പറയുന്ന പോലെ എല്ലാം നടക്കണം എന്നൊക്കെ ചിലപ്പോൾ ചില വാശികളൊക്കെ ഉണ്ടാവാം. മാൻ ആവണമെന്നില്ല കേട്ടോ, ലേഡീസ് ആയാലും ചിലവർ അങ്ങനെയുണ്ട്. ഓക്കെ, അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം മേ ബി അവർ ദൂരെ ആയിരിക്കാം, ചിലപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാവാം നിങ്ങളുടെ ഇടയിൽ. അതിപ്പോൾ എന്താ പറയുക, വേറെ ഏതെങ്കിലും നാട്ടിലാണ് അവർ എന്ന രീതിക്കും എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ വല്ലതും ഉണ്ടാവാം. അകന്ന് നിൽക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുള്ളൂ. ഒരു മാറി നിൽക്കുന്നു, കുറച്ച് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു, അങ്ങനെ എടുത്താൽ മതി. സോ അങ്ങനെയാണെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്നു ഒരുപാട്. ഓക്കെ, മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട്. സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. ഓക്കെ, അവർ ആക്ച്വലി നിങ്ങളുടെ മുമ്പിൽ വളരെ ദേഷ്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് വളരെ റഫായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സ്നേഹമില്ലാത്ത പോലെയൊക്കെയാണ് പെരുമാറ്റമൊക്കെ. നിങ്ങൾക്ക് കണ്ടിട്ട് ശരിക്കും തോന്നുന്നുണ്ടാവും ഈ വ്യക്തിക്ക് എന്നോടൊന്നും അറ്റാച്ച്മെൻറ്റേ ഇല്ല എന്ന്. പക്ഷെ ഇവിടെ നമുക്ക് ബോട്ടം ആക്ച്വലി ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്, ഫുൾ കാർഡ് എല്ലാം. ഓക്കെ, പറയാം ഞാൻ. എനിക്ക് ഒന്നും കൂടി വേണമെങ്കിൽ എടുക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ടോ എന്ന് മാത്രം നോക്കാം. ഒരു ആൻസർ. ജഡ്ജ്മെന്റ് തന്നെ വന്ന് വീണ്ടും യെസ്, തീർച്ചയായിട്ടും യെസ് തന്നെയാണ്. എനിവേ യെസ് എനർജീസ് തന്നെയാണ്, ഡോണ്ട് വറി. ഓക്കെ, നിങ്ങളോട് അവർക്ക് സ്നേഹം തന്നെയാണ്, നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ലേശം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഡിഫെൻസീവായിട്ട് നിൽക്കുക. അതായത് അവനവനെ ഒരു എന്തൊക്കെയോ അവർക്ക് മേ ബി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് തരാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരെ കുറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുന്നുണ്ടാവും, അവരെ മേലെ പ്രഷർ ഇടുന്നു എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡിഫെൻസീവായിട്ട് നിൽക്കുക. ഓക്കെ, അങ്ങനെ ആവാം. ഇവിടെ 10 ഓഫ് സോഡ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്. മേ ബി അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തുള്ളതായിരിക്കാം. 2 ഓഫ് wands ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഓക്കെ, എന്തിലാണ് എഫേർട്ട് ഇടേണ്ടത്, ഏത് വഴിക്ക് ഞാൻ പോകണം എന്ന രീതിക്ക് അവരൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്, ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ 2 ഓഫ് wands പറയുമ്പോൾ നമ്മൾ ഒരു ചോയ്സ് എടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക, ആ ഐഡിയാസിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന രീതിക്കാണ് അവർക്ക് ആഗ്രഹമുണ്ട്. കറക്റ്റ് നിങ്ങളെ ചൂസ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകണം എന്ന രീതിയിൽ മനസ്സിലുണ്ട്. 10 ഓഫ് കപ്സ്, നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് കാണുന്നത്. സോ ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അവർ. ഓക്കെ, അങ്ങനെ വേണം, അവരെ കൂടെ അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്, ജഡ്ജ്മെൻ്റ് ആണ്. സോ നിങ്ങളോട് ന്യായം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, പേഴ്സൺ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചില പേടികൾ, ടെൻഷൻസ് ഒക്കെ കാരണം കൊണ്ട് അവരൊന്നല്പം അധികം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അവർ ശരിക്കും പറഞ്ഞാൽ കെയറിങ് ആണ് നിങ്ങളോട്. ഓക്കെ, പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് പ്ലാനിങ് ഉണ്ട്, അതൊക്കെയാണ് മനസ്സിലാവരുടെ. ഓക്കെ, സോ ഐ തിങ്ക് ഓക്കെ, ഞാൻ ഒറക്കിൾ മെസ്സേജസ് കൂടി നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഫോക്സ് കാണുന്നുണ്ട്. ഓക്കെ, റൈഡർ, മാൻ, ക്രോസിനും പറഞ്ഞില്ല, ടെൻഷൻസ് കാണുന്നുണ്ട്, ഗാർഡൻ. ഓക്കെ, ആൻഡ് വാവ്, മൈ ഗോഡ്, സ്റ്റോക്ക്. ഓക്കെ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ന്യൂസ് വരും എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് വരും, നിങ്ങൾ സന്തോഷമാവും. ഓക്കെ, ആ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഒരു പുതിയ തുടക്കം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ സ്റ്റോക്ക് നമുക്ക് എപ്പോഴും ഗുഡ് ന്യൂസ് കൊണ്ടുവരും എന്നാണ് പറയുക. സോ ആ രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഫോക്സ് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയിൽ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം കോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ഫോക്സ് എന്നാണ് കാണുന്നത്, ഒരു കണ്ണിങ് ആയിട്ടൊരു വ്യക്തി.
ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടാവാം. തേർഡ് പാർട്ടി എനർജി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ അത് ഫാമിലി ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവർക്കൊരു പേടിയുണ്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇഷ്യൂസ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. സോ ബട്ട് എനിവേ ഇവിടെ കാണുന്നത് ആൻഡ് ക്രോസും ഉണ്ട്. ക്രോസ് പറയുമ്പോഴും നമ്മൾ ഒരു സ്ട്രെസ്, നമ്മുടെ മേലെ ഒരു ബേർഡൻ എന്ന രീതിക്കാണ് പറയുക. 10 of wands ഒക്കെ നമ്മൾ പറയാറുണ്ട്, 10 of swords ഒക്കെ. ഓക്കെ, നമ്മുടെ മേലെ ഒരു പ്രഷർ, ബേർഡൻ എന്ന രീതിക്ക് എടുക്കാം. സോ അത് ഓവർകം ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരും. ബൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് നിങ്ങൾ തമ്മിൽ ഓക്കെ കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് വരുന്ന രീതിയിൽ ഓക്കെ ആ ഒരു പേഴ്സണിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ റൈഡർ, യെസ് തീർച്ചയായിട്ടും മീറ്റിംഗ് എനർജിയാണ്. നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ പേഴ്സൺ കാണാൻ വരും, മീറ്റ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ നേരത്തെ ചാരിറ്റും ഉണ്ടായിരുന്നു ഇവിടെ ബോട്ടമിൽ. ഓക്കെ, ചാരിറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ. സോ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കാണാനുള്ളൊരു സാധ്യതയാണ്. യാത്ര ചെയ്യാനുള്ള സാധ്യതയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന രീതിക്കും എടുക്കാം. മാൻ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ പേഴ്സണിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മെയിൻ പേഴ്സണിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ കളിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, മാൻ എന്ന് കാണുന്നുണ്ട്. എനിവേ സപ്പോർട്ടീവ് ആണോ, അതോ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ, അതോ എതിർക്കണ ആളാണോ നോക്കട്ടെ, ഞാൻ പറയാം. ഈ മാൻ കാർഡ് ക്ലാരിഫൈ അല്ല, ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി എനർജിയാണ്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന വ്യക്തി. അതിപ്പോൾ മാൻ ആവണമെന്നില്ല, വുമണും ആവാം. ഹൈ പ്രീസ്റ്റസ് വന്നത്, സീക്രട്സ് എന്ന രീതിയിലാണ് വന്നത്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സൂക്ഷിക്കേണ്ട വ്യക്തിയായിരിക്കാം. അതിപ്പോൾ ലേഡി ആവണം, മാൻ ആവണമെന്നില്ല, ലേഡിയും ആവാം. ഓക്കെ, സോ ആ രീതിക്ക് നിങ്ങളുടെ ഇടയിൽ ആരോ കളിക്കുന്നുണ്ട് എന്നെടുത്തോളൂ. ഗാർഡൻ ആൻഡ് റിംഗ് ഉണ്ട്. പക്ഷെ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെ മുന്നോട്ട് ശരിയാവും, ബെറ്റർ ആവും സിറ്റുവേഷൻ. യൂണിവേഴ്സായിട്ട് ജഡ്ജ്മെന്റ് കൊണ്ടുവരും എന്ന് പറയാം. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ പേഴ്സൺ മനസ്സിലാക്കും. ഓക്കെ, തേർഡ് പാർട്ടി ഇടയിൽ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വാക്ക് കേൾക്കാതെ ഓക്കെ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ പോസിബിൾ ആണ്. ഗാർഡൻ മീറ്റിംഗ് ആണ്, അഗൈൻ മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിക്ക് എടുക്കാം. റിംഗ് പറയുന്നതിൻ്റെ കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഏസ് ഓഫ് കപ്സ് ആയിട്ട് എടുക്കാം. സ്നേഹം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടും പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാം. മാരേജ് ഓഫർ ആയിരിക്കാം. ആ രീതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ്, ഞാൻ പറഞ്ഞില്ലേ പേഴ്സൺ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വരും. എനിവേ ഓക്കെ, സോ എനിവേ നല്ല റീഡിംഗ് ആയിരുന്നു. നമുക്ക് നോക്കാം മുന്നോട്ട് എന്താവും എന്നുള്ളത്. എല്ലാവർക്കും നല്ലൊരു വിസാരിക്കട്ടെ. നന്ദി, നമസ്കാരം.